എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ കുടുംബത്തോടൊപ്പം നടത്തിയ മനോഹരമായ ഒരു യാത്രയെക്കുറിച്ച് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറച്ച് നാളായി ഇപ്പോൾ ഒരു ഗ്യാപ്പ് വന്നിട്ട്, അപ്പോൾ നമുക്ക് പോയ വിശേഷങ്ങളൊക്കെ പറയാം. അതിനിടയ്ക്ക് എൻ്റെ കുട്ടി കുറേ ഫേസ് കൊണ്ട് കുറേ ഗോഷ്ടിയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ടല്ല, അവരുടെ തറവാട്ടിലോട്ട്. അപ്പോൾ വർഷങ്ങളായി പഴക്കമുള്ളൊരു വീടുണ്ട് അവിടെ. അപ്പോൾ എനിക്കൊരു അത്ഭുത കാഴ്ച, എനിക്കത് എപ്പോഴും ഞാനപ്പോൾ ഒരു വീഡിയോ എടുത്ത് വെച്ചു, ജസ്റ്റ് ഒരു ഓർമ്മയ്ക്ക്. കാരണം ഇങ്ങനത്തെ ഒരു വീട് റയറാണല്ലോ. ഒരു സമാധാനം നൽകുന്നൊരു ഒരു സ്ഥലവും വലക്കാവാണ് പുള്ളിക്കാരൻ്റെ വീട്. അപ്പം ജസ്റ്റ് അവിടെ പോയി അമ്മാമ്മേനെ പാപ്പനെയൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് നമ്മൾ ഹൈലൈറ്റ് മാളിലേക്കാണ് പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ പോയപ്പം അവിടുത്തെ ടിക്കറ്റിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 500 രൂപയായിരുന്നു. എൻ്റെ പൊന്നോ, ഈ വർഷം നമ്മൾ ഞെട്ടിപ്പോയി. കുറേ ഡോയ്സ് ഉണ്ട്, അത് ഓക്കെ ഫൈൻ. നല്ല തിരക്കായിരുന്നു. തിരക്കിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല കേട്ടോ, അത് പറയണമല്ലോ നമ്മൾ. അപ്പോൾ നമുക്ക് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തൊക്കെ നമ്മൾ പോയി നമ്മളവിടുത്തെ ഓഫറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ അവിടെയെന്ന് പറയുന്നത് 2500 രൂപ തൊട്ടിട്ടാണ് കൂപ്പൺ സ്റ്റാർട്ടിങ് പ്രൈസ് ഉള്ളത്. അപ്പം പിള്ളേർക്കുള്ള എല്ലാ ടോയ്സും അതുപോലെ കളിക്കാനായിട്ടും എല്ലാം അവിടെ അറേഞ്ച് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കൂപ്പൺ എടുത്തു, അതിൻ്റെ ഓഫറൊക്കെ അവർ കാണിച്ചു തന്നു. അപ്പോൾ നമ്മൾ ഓഫറൊക്കെ എടുത്തു. ആദ്യം കുറച്ച് അത്ഭുതപ്പെടുത്തിയെങ്കിലും അകത്ത് ലഭിക്കുന്ന സൗകര്യങ്ങൾ, വിനോദ പരിപാടികളും കണ്ടപ്പം അതിന് യോജിച്ച അനുഭവമാണെന്ന് തോന്നി. അവിടെ എത്തിയ ഉടൻ തന്നെ കൂപ്പണൊക്കെ എടുത്ത് അവരോട് കുറേ കത്തിയൊക്കെ അടിച്ച്, ഈ പറഞ്ഞ പോലെ ഈ ഫുട്പാത്തിൽ പറഞ്ഞ പോലെ കുറച്ച് കുറയ്ക്കുമോ എന്നൊക്കെ പറഞ്ഞൊക്കെ നിന്നു. എങ്കിലും അവർ കുറച്ചൊന്നുമില്ല, അതൊരു ഓഫറായിരുന്നു. സോ അപ്പം നമ്മൾ ഓഫറിൻ്റെ ടിക്കറ്റൊക്കെ എടുത്തു. ആ ഒരു എമൗണ്ട് ഒരു വർഷത്തേക്കാളും കൂടുതലാണ് എന്ന് കരുതി ആദ്യം അത്ഭുതപ്പെട്ടെങ്കിലും അകത്ത് ലഭിക്കാനുള്ള സൗകര്യം, വിനോദ പരിപാടികളും കണ്ടപ്പം അതിന് യോജിച്ച എമൗണ്ടാണെന്ന് നമുക്ക് മനസ്സിലായി കേട്ടോ. അവിടെ എത്തിയ ഉടൻ തന്നെ കൂപ്പൺ എടുത്ത് അകത്തേക്ക് പ്രവേശിച്ച ശേഷം മനോഹരമായ ഒരു അന്തരീക്ഷം, കുടുംബത്തോടും സമയം ചെലവഴിക്കാനുള്ള നിരവധി അവസരങ്ങളും അവിടെ ഉണ്ടായി. ഞങ്ങൾ വിനോദയാത്ര കേന്ദ്രങ്ങളിലേക്കും ആകർഷണങ്ങളിലേക്കും പോയി. എൻ്റെ മോൻ അവിടെ മിക്ക എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുത്തിട്ടുണ്ട്. പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുകയും ഓരോ സ്ഥലവും ആവേശത്തോടെ എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്തപ്പോൾ അവൻ്റെ സന്തോഷം കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. യാത്രയുടെ ഭാഗമായി ഞങ്ങൾ പല ഭാഗങ്ങളും ചുറ്റിക്കറങ്ങി കണ്ടു. ഇടയ്ക്ക് വിശ്രമിക്കുകയും മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കുകയും ചെയ്തു. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്ന നിരവധി പരിപാടികളും കളികളും അവിടെ ഉണ്ടായിരുന്നു. അത് എൻ്റെ മോൻ മുഴുവനായിട്ടും അതിന് ചിലവഴിച്ചായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ഏരിയയ്ക്ക് പോയി. അത് നല്ല അടിപൊളിയായിരുന്നു. വലിയ റേറ്റൊന്നും ഇല്ലാണ്ട് നമുക്ക് ബഡ്ജറ്റിന് ഒതുങ്ങിയ രീതിയിൽ അവർ അത് സെറ്റാക്കി തന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അത് നമുക്ക് ഫോണിൽ നമുക്ക് അതിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അവരുടെ സർവീസൊന്നും പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളി സർവീസായിരുന്നു കേട്ടോ. അപ്പം എല്ലാവരും ഹൈലൈറ്റ് മാളിലേക്ക് പോകുമ്പോൾ ജസ്റ്റ് ആ ഭാഗത്തേക്കൊന്ന് പോയി അവരുടെ ഫുഡൊന്ന് കഴിക്കാം. എന്താ പറയുക, ഞങ്ങൾ പോയത് മൺഡേ ആയിരുന്നു, പക്ഷേ സൺഡേ പോലെ ആയിരുന്നു. അത്രയ്ക്കധികം ജനങ്ങൾ. നമ്മൾ തിരക്കൊന്നും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് അവിടെ പോയത്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, ഈ സൂചി താഴെയിട്ട് കഴിഞ്ഞാൽ എടുക്കാൻ പറ്റില്ലാത്തുള്ള സിറ്റുവേഷനായിരുന്നു. അത്രയ്ക്കും തിരക്കായിരുന്നു. അപ്പം എല്ലാവരും പഴയ പോലെ ഒന്നുമല്ല, എൻജോയ് ചെയ്യാൻ തന്നെ എല്ലാവരും തീരുമാനിച്ചിട്ട് ഇറങ്ങിയേക്കുക. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഹാപ്പിയായി. നമ്മളപ്പം